ഹായ് ഫ്രണ്ട്സ്, സ്കൂൾ വൈസ് റിസൾട്ട് വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് എക്സൽ ഷീറ്റിലേക്ക് മാറ്റിയതിനു ശേഷം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. പക്ഷേ റിസൾട്ട് നമ്മൾ കോപ്പി ചെയ്തെടുക്കുമ്പോൾ അവിടെ ഒരേ സമയം ഗ്രേഡും അതോടൊപ്പം മാർക്കും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേഡുകളുടെ എണ്ണം എടുക്കാനോ മാർക്കുകളുടെ ആവറേജ് കണ്ടുപിടിക്കാനോ ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ് നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഗ്രേഡും മാർക്കും കൂടെ ലഭിക്കുക. നമുക്കിതിൽ നിന്ന് ഗ്രേഡുകളെ മാത്രമായിട്ടൊന്ന് പെറുക്കിയെടുക്കാൻ എങ്ങനെ സാധിക്കും എന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഗ്രേഡും മാർക്കും അടുത്തൊരു ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്തു. ഇതിൽ നിന്ന് ഗ്രേഡുകൾ മാത്രം അടുത്ത കോളങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഹെഡിങ് മാത്രമായിട്ട് കോപ്പി ചെയ്ത് ഇവിടെ വെച്ചു. ഇനിയും ഇവിടെ ഓരോ സബ്ജക്റ്റിന്റെ ഭാഗത്തും അതിന്റെ ഗ്രേഡ് മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, ആദ്യം രജിസ്റ്റർ നമ്പർ കിട്ടാൻ വേണ്ടി നമുക്ക് ഈക്വൽ ടു ഏത് കോളത്തിലാണ് രജിസ്റ്റർ നമ്പർ ആദ്യത്തെ വന്നിരിക്കുന്നത്? A2 എന്ന് പറയുന്ന കോളമാണ്. A2 എന്ന് കൊടുത്തു, ഈക്വൽ ടു A2. അപ്പം A2 എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂ ഇവിടെ വന്നു. ബാക്കി അതനുസരിച്ച് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗിങ് രീതി നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? സെലക്ട് ചെയ്തിരിക്കുന്ന കോളത്തിന്റെ വലത്തെ അറ്റത്ത് താഴ്ഭാഗത്തുള്ള മൂലയിൽ വന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് അല്ലെങ്കിൽ വലത്തെ വശത്തോട്ടോ ഡ്രാഗ് ചെയ്ത് നമുക്ക് കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത്രയും ഭാഗത്ത് ഡ്രാഗ് ചെയ്ത് ഡേറ്റ കൊണ്ടുവന്നു. നമുക്കിനിയും സബ്ജക്ട് 1ന്റെ ഗ്രേഡ് അവിടെ കൊണ്ടുവരണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രിങ്ങിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് എടുക്കാൻ വേണ്ടിയാണ്. സബ്ജക്ട് 1ന്റെ മാർക്ക് വന്നിരിക്കുന്നത് ഈ കോളത്തിലാണ്, B2ലാണ്. അപ്പം B2 എന്ന് പറയുന്നതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് B2 എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. കാരണം B2ൽ ഉള്ള ടെക്സ്റ്റിലാണ് നമ്മൾ കുറച്ച് ഭാഗം മുറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇനി എത്ര ക്യാരക്ടേഴ്സ് മുറിച്ചെടുക്കണം? ആദ്യത്തെ 2 ക്യാരക്ടർ, കാരണം A+B+B+ എന്ന് വരുന്നുണ്ട്. അപ്പോൾ 2 ക്യാരക്ടർ വരാം. അപ്പൊ ലെഫ്റ്റ് എന്നൊരു ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏത് ഡേറ്റയിലാണോ ഓപ്പറേഷൻ നടത്തേണ്ടത് ആ ഡേറ്റ അവിടെ കൊടുക്കണം. ഇപ്പൊ നമ്മൾ സെൽ റെഫറൻസ് ആണ് കൊടുക്കുന്നത്. B2 എന്ന് പറയുന്ന സെല്ലിനകത്തുള്ള കണ്ടന്റ് ആണ് എടുക്കേണ്ടത്. അതുകൊണ്ട് B2 എന്ന് കൊടുത്തു. ഇനി എത്ര ക്യാരക്ടർ മുറിച്ച് മാറ്റണം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 ക്യാരക്ടർ മുറിക്കണം. അതുകൊണ്ട് 2 കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്റർ കീ പ്രസ് ചെയ്തു. ഓക്കെ, B എന്നുള്ള ക്യാരക്ടർ അവിടെ വന്നു. ഇനി ഇത് വലതുവശത്തുള്ള മറ്റ് സബ്ജക്റ്റുകൾക്കും ബാധകമാക്കണം. സബ്ജക്ട് 2, സബ്ജക്ട് 3, സബ്ജക്ട് 4, സബ്ജക്ട് 5, സബ്ജക്ട് 6 ഇവിടെയെല്ലാം ഗ്രേഡ് വരണം. അതുകൊണ്ട് ആദ്യം B എന്നുള്ള ഈ കോളം സെലക്ട് ചെയ്തിട്ട് വലതുവശത്തുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വലത്തോട്ട് ഡ്രാഗ് ചെയ്യുക, സബ്ജക്ട് 6 വരെ. ഓക്കെ, ഇവിടെയെല്ലാം ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്തു നോക്കുക. ആദ്യത്തെ 3 കോളത്തിലും B ആണ്, പിന്നീട് C+, പിന്നീട് B, പിന്നീട് C+. ഓക്കെ, ഇത് ബാക്കി എല്ലാ റോയിലേക്കും ബാധകമാക്കാം. അതിനുവേണ്ടി ഏറ്റവും വലത്തെ അറ്റത്ത് താഴ്ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അതനുസരിച്ച് ഇവിടെ നമുക്ക് ഗ്രേഡുകൾ ഡിസ്പ്ലേ ചെയ്ത് വരും. ശരിയല്ലേ? ഇനി നമുക്കിവിടെ ബോർഡേഴ്സ് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ബോർഡർ കൊടുക്കാൻ വേണ്ടി എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക. സെല്ലുകൾ സെലക്ട് ചെയ്തതിനു ശേഷം ബോർഡർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്റ്റർ നമ്പർ എടുക്കുന്നത് പോലെ ഈക്വൽ ടു കൊടുത്തിട്ട് ഫസ്റ്റ് റിസൾട്ട് റെഫർ ചെയ്യേണ്ടത് H എന്ന് പറയുന്ന കോളത്തിലെ സെക്കൻഡ് റോ ആണ്, H2. ഓക്കെ, ഈക്വൽ ടു H2 എന്റർ അടിക്കുക. അവിടെ EHS എന്നുള്ള വാല്യൂ വന്നിരിക്കുന്നത് കാണാം. ഓക്കെ, ഇത് ബാക്കി എല്ലാ റോയിലേക്കും ബാധകമാക്കാൻ വേണ്ടി ഡ്രാഗ് ചെയ്യുക. നോക്കിക്കേ, ബാക്കി എല്ലാ റോയിലും കറക്റ്റ് ആയിട്ട് വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, ഇനി വലതുവശത്ത് 2 കോളം കൂടെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഒരു കോളത്തിന്റെ പേര് നമ്പർ ഓഫ് A+ ഗ്രേഡ്സ്, അടുത്തത് നമ്പർ ഓഫ് A ഗ്രേഡ്സ്. ഓക്കെ, അതായത് ഓരോ കുട്ടിക്കും എത്ര A+ ഗ്രേഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. 1ാം നമ്പർ ആയിട്ടുള്ള കുട്ടിക്ക് എത്ര A+ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ ഈ കോളത്തിൽ ആദ്യം ഈക്വൽ സിമ്പൽ ടൈപ്പ് ചെയ്യുക. ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈക്വൽ കൊടുക്കുക. ഇനി ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ട് ഇഫ് എന്ന് പറയുന്നതാണ്. കൗണ്ട് ഇഫ്
A+ എന്നുള്ള ഗ്രേഡ് എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യാനാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. കൗണ്ടിഫ് എന്ന ഫംഗ്ഷൻ എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏരിയയിലാണോ ഏത് റേഞ്ചിലാണോ കൗണ്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് സബ്ജക്ട് 1 മുതൽ സബ്ജക്ട് 6 വരെയുള്ള 2ാം നമ്പർ റോയിലാണ്. അതായത് K2 മുതൽ P2 വരെയുള്ള കോളങ്ങളിലാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം K2 to P2 എന്നവിടെ റേഞ്ച് കൊടുക്കും, കോമ. ഇനി ക്രൈറ്റീരിയ പറയണം, എന്താണ് അവിടെ കൗണ്ട് ചെയ്യേണ്ടത്. കൗണ്ട് ചെയ്യേണ്ടത് A+ എന്നുള്ള ലേബൽ അവിടെ കാണുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. A+. ഓക്കെ, ഇനി എന്റർ കീ പ്രസ് ചെയ്യുക. ഇവിടെ A+ എന്നുള്ള ഗ്രേഡ് ഒന്നും ഇല്ല. നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്ത് നോക്കാം. അടുത്ത റോയിലേക്ക് കൊണ്ടുവരാം. അടുത്ത റോയിൽ 2 A+ ഉണ്ട്, അതിവിടെ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തു. ഇനി ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് എല്ലാ റോകൾക്കും ബാധകമാക്കുക. ഇതേപോലെ നമ്പർ ഓഫ് A ഗ്രേഡ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഈക്വൽ ടു കൊടുക്കുക, കൗണ്ട് ഇഫ് എന്നുള്ള ഫംഗ്ഷൻ എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, റേഞ്ച് പറയണം. ഏതാണ്? K2 മുതൽ P2 വരെയാണ് ഇപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് വരുന്നിരിക്കുന്ന റേഞ്ച്. കോമ കൊടുക്കുക. ക്രൈറ്റീരിയ എന്താണ്? A ഗ്രേഡ് ആണ്. A എന്ന് മാത്രം കൊടുക്കരുത്, കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ 2 ക്യാരക്ടർ ഇതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് A കഴിഞ്ഞൊരു സ്പേസ് കൂടെ കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ അടിക്കുക. ഇവിടെ A ഗ്രേഡ് ഇല്ല ഫസ്റ്റ് റോയില്. നമുക്കത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് മാറ്റി നോക്കാം. 2ാമത്തെ റോയിൽ ഒരു A ഗ്രേഡ് ഉണ്ട്, 3ാമത്തെ റോയിൽ A ഗ്രേഡ് ഒന്നുമില്ല. ഇനി ബാക്കി എല്ലാ റോകൾക്കും ഈ ഫംഗ്ഷൻ ബാധകമാക്കുക. ഓക്കെ, ഇവിടെ 6 എന്ന് കാണിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് A+ ഗ്രേഡ്സ്. അപ്പം ഫുൾ A+ കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം അറിയാൻ വേണ്ടി നമുക്കിവിടെ എത്ര 6 വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് ഫുൾ A+ ഹോൾഡേഴ്സ് നോക്കാം. അത് 6 എന്ന് പറയുന്ന കോളത്തിന് ബാധകമാക്കിയിട്ടാണ് ചെയ്യുന്നത്, ഫംഗ്ഷൻ എഴുതുന്നത്. 6 എന്ന് പറയുന്ന കോളത്തിൽ 6 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. അതിന് ഈക്വൽ ടു കൊടുക്കുന്നു. കൗണ്ട് ഇഫ് എന്നുള്ള ഫംഗ്ഷൻ തന്നെയാണ് എഴുതുന്നത്. കൗണ്ട് ഇഫ് ഓഫ് റേഞ്ച് ഏതാണ്? ഈ 6 എന്ന് പറയുന്ന കോളത്തിലെ ഈ റേഞ്ച് ആണ് നമുക്ക് ബാധകമായിട്ട് വരുന്നത്. റേഞ്ച് എഴുതി കോമ ഇട്ടിട്ട് ഏത് വാല്യൂ ആണ്? 6 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എത്ര പ്രാവശ്യം 6 വന്നിട്ടുണ്ട്? കണ്ടടിക്കുന്നു 7 തവണ. ഓക്കെ, 7 തവണ അവിടെ 6 വന്നിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ ഫുൾ A+ ഹോൾഡേഴ്സിന്റെയും 5 A+ ഹോൾഡേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലും എത്ര A+ കിട്ടിയിട്ടുണ്ട്, എത്ര A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, എത്ര B+ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാം ഈ കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടും ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സഹായത്തോടു കൂടെ. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.